വെൽ ഫ്രണ്ട്സ്, ഇപ്പോൾ വൊക്കാബുലറി പഠിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി ഇതാണ്. ഇത് ടൈം ടെസ്റ്റഡ് ആണ്. കൃത്യമായി വൊക്കാബുലറിയിൽ നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ചോദ്യം ശ്രദ്ധിക്കൂ. ദ സിനണിം ഓഫ് ഒഡാഷ്യസ്. ഒഡാഷ്യസ് എന്നുള്ള വാക്കിൻ്റെ സിനണിം എന്താണ്? ഒഡാഷ്യസ് എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം, ആഡ്ജക്റ്റീവാണ്. ആൻസർ സി ആണ്, ബോൾഡ്. ഇതാണ് ഉത്തരം. ഇനി ഈ വാക്ക് ശ്രദ്ധിക്കുക. ഇതിൽ കൊടുത്ത യൂസ്ലെസ് നിങ്ങൾക്കറിയാം, ഫൂളിഷ്, ക്രേസി. ക്രേസി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉന്മത്തമായ അവസ്ഥയാണ്. സന്തോഷം ആധിക്യമുള്ള അവസ്ഥയ്ക്ക് എന്താ പറയുക? ക്രേസ്. എ ക്രേസി ബോയ് പറഞ്ഞാൽ ഈസ് വെരി ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പിയാണ് ക്രേസ്. ക്രേസ് നൗണാണ്, ക്രേസി ആഡ്ജക്റ്റീവാണ്. ഇനി ഈ വാക്ക് ശ്രദ്ധിക്കുക, ഒഡാഷ്യസ്. AUDACIOUS. ഇത് ആഡ്ജക്റ്റീവാണ്, വിശേഷണ പദമാണ്. നൗൺ ഫോം ഒഡാസിറ്റിയാണ്, AUDACITY. ഈ വാക്കിൻ്റെ മീനിങ് ധിക്കാരപരമായ, ധിക്കാരം. ഒഡാഷ്യസ് ആഡ്ജക്റ്റീവാണ്, ധിക്കാരപരമായ, കുറച്ച് ധൈര്യം കാണിക്കുന്ന, തൻ്റേടുള്ള എന്നൊക്കെ അർത്ഥം വരും. ഇതിന് സമാനമായി നമ്മൾ ഉപയോഗിക്കുന്ന ആഡ്ജക്റ്റീവ്സ് ഒന്നിതാണ്, ഇംപെർട്ടിനൻ്റ് എന്ന് പറയും. IMPRTINENT, ധിക്കാരി, അധിക പ്രസംഗി. വേറെ വാക്കാണ് ഇംപ്യൂഡൻറ്റ്, IMPUDENT, ഇംപ്യൂഡൻറ്റ്. ഇതാരാണ്? ധിക്കാരി, അധിക പ്രസംഗിയാണ്. വേറെ വാക്കാണ് ഇൻസോളൻറ്റ്, INSOLENT, ഇൻസോളൻറ്റ്. വേറെ വാക്കാണ് ഇൻട്രപ്പിഡ്, INTRPID, ഇൻട്രപ്പിഡ് എന്ന് പറയും. ഇതൊക്കെ എന്താണ്? INTREPID, ഇൻട്രപ്പിഡ്. ഇതൊക്കെ എന്താണ് അർത്ഥം? ധിക്കാരം കാണിക്കുന്ന ആൾ. ബ്രേവ് അല്ലെങ്കിൽ ബോൾഡ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കുക. ഒരു വാക്ക് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകൾ പഠിച്ചു വെച്ചാലാണ് നമുക്ക് ഓർമ്മ വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് നോക്കുക, വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾ. ഗോഡ് എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുകയില്ല. ഗോഡ്, മാന്, വുമൺ, സ്പേസ്, നേച്ചർ. വി ഡു നോട്ട് യൂസ് ആർട്ടിക്കിൾ ബിഫോർ ദീസ് വേർഡ്സ്. ഗോഡ് കേട്ടോ, അതിൻ്റെ ഫെമിനിൻ ജനറൽ ഗോഡസ് ആണ്. ഇവിടെ എന്താ ആൻസർ? ആൻസർ ഈസ് ബി, എത്തീസ്റ്റ്. വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് ആണ് എത്തീസ്റ്റ്. ഇനി വാട്ട് ഡു യു കോൾ എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്? അത് തീസ്റ്റ് ആണ്, THEIST. തീസ്റ്റ് മീൻസ് വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്, ദൈവവിശ്വാസി. തിയോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തിയോളജി, ദൈവശാസ്ത്രം. തിയോക്രസി, ദൈവസഭ, അതായത് പുരോഹിതന്മാർ ഭരിക്കുന്ന എന്താ പറയുക? തിയോക്രസി. തിയോളജി ആൻഡ് തിയോക്രസി. തീസ്റ്റ് മീൻസ് വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്. ഇനി നാം പഠിക്കേണ്ട വേറെ വാക്ക് പാൻതീസ്റ്റ് ആണ്, PANTHEIST. പാൻതീസ്റ്റ്, പാൻ മീൻസ് ഓൾ എന്നർത്ഥം. എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്, തീസ്റ്റ് ആണ്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, എത്തീസ്റ്റ് ആണ്. Pantheist means everything, a belief that everything is God and God is everything. A person who believes that everything is God and God is everything. എല്ലാം ദൈവമാണ്, എല്ലാം ദൈവമയം. അതാണ് പാൻതീസം. നമ്മൾ ഋഗ്വേദ ആരാധനയിലൊക്കെ പാൻതീസ് ആണ് കാണുന്നത്. ഇനി വേറൊരു വാക്കാണ് ആഗ്നോസ്റ്റിക്, AGNOSTIC. ആഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഡൗട്ട്സ് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്ന ആളെ എന്ത് പറയുക? ആഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ. എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്തികനാണ്. ആഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ നാസ്തികനാണ്. ദൈവത്തെക്കുറിച്ച് സംശയമുള്ള ആൾ. ദൈവമുണ്ടോ വിശ്വാസം നാസ്തികൻ. വൺ ഹു ഡസ് നോട്ട് ഡൗട്ട്സ് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഇനി വേറൊരു വാക്ക് അൾട്രൂയിസ്റ്റ് ആണ്. അൾട്രൂയിസ്റ്റ്. ഹു ഈസ് എൻ അൾട്രൂയിസ്റ്റ്? ഇദ്ദേഹം ലോകത്തിലെ എല്ലാവരുടെയും നന്മയിൽ വിശ്വസിക്കുന്നു. ഹി ബിലീവ്സ് ദാറ്റ്
ഹി ബിലീവ്സ് ഇൻ ദ വെൽഫെയർ ഓഫ് ഓൾ പീപ്പിൾ ഓർ ലവർ ഓഫ് മാൻ കൈൻഡ്. വേറെ വാക്കാണ് ഫിലാൻത്രോപ്പിസ്റ്റ്. PHILANTHROPIST. ഫിലാൻത്രോപ്പിസ്റ്റ്. ഫിലാൻത്രോപ്പിസ്റ്റ് ആണ് വൺ ഹു ലവ്സ് മാൻ കൈൻഡ്. ഓപ്പോസിറ്റ് മിസാൻത്രോപ്പാണ്, MISANTHROPE. അപ്പോൾ ഓർമ്മിക്കുക ഈ വാക്ക്. എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ് തീസ്റ്റ് ആണ്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് എത്തീസ്റ്റ് ആണ്. എ പേഴ്സൺ ഹു ഡൗട്ട്സ് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആണ് അഗ്നോസ്റ്റിക്. എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് എവറിഥിങ് ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് എവറിഥിങ് ഈസ് കോൾഡ് പാൻതീസ്റ്റ്. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി പാഗൺ എന്ന വാക്ക്. പാഗൺ എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധവിശ്വാസിയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ വിശ്വസിക്കാത്ത അന്ധവിശ്വാസിക്ക് എന്താ പറയുക? പാഗൺ. ചാർലറ്റൻ എന്ന് പറഞ്ഞാൽ കപട പണ്ഡിതനാണ്. പെഡാൻഡ് എന്ന് പറഞ്ഞാലും ഫേക്ക് സ്കോളറാണ്. കപട പാണ്ഡിത്യമില്ലാതെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്ന ആളാണെന്ന് പറയുക പെഡാൻറ്റിക് കേട്ടോ. അതാണ് ചാർലറ്റൻ ആൻഡ് പെഡാൻറ്റ്. അടുത്ത വാക്ക് നോക്കുക, കാറ്റിൽ. ഈ വാക്കിൻ്റെ കളക്റ്റീവ് നൗൺ അല്ലെങ്കിൽ സമൂഹനാമം, ആ ഗ്രൂപ്പ് നൗൺ എന്താണ്? വാക്ക് നിങ്ങൾക്കറിയാം എന്താണ്? ഡി ആണ് ആൻസർ. ഹേർഡ് ഓഫ് എലഫൻസ്. ഹേർഡ് ഓഫ് എലഫൻസ്, ഹേർഡ് ഓഫ് കാറ്റിൽ, ഹേർഡ് ഓഫ് കൗസ്, ഹേർഡ് ഓഫ് റിനോസറസ്. ഹേർഡാണ് ഗ്രൂപ്പ്. ഇനി ഈ വാക്കറിയാം, HEARD, ഹേർഡ്. നിങ്ങൾക്കറിയാം ആ വാക്ക്. ഹിയർ, ഹേർഡ്, ഹേർഡാണ് കേട്ടു. ഇവിടെ എന്താണ്? HERD, ഹേർഡ്. ഹേർഡ് ഓഫ് എലഫൻസ്. ഇനി ബഞ്ച് എടുക്കുക. ബഞ്ച്, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ ഗ്രൂപ്പ് നമ്മൾ ബഞ്ച് ഉപയോഗിക്കും, ഗാർലൻഡ് ഉപയോഗിക്കും. എ ബഞ്ച് ഓഫ് ലീവ്സ്, ബഞ്ച് ഓഫ് വെജിറ്റബിൾസ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബഞ്ച് ഓഫ് തോട്ട്സ്. കേട്ടിട്ടുണ്ടോ? ഒരു വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ബഞ്ച് ഓഫ് തോട്ട്സ്. അതിൻ്റെ മലയാള പരിഭാഷ വിചാരധാര എന്നാണ്. ആ പുസ്തകം എഴുതിയ ആളാരാണ്? MS ഗോൾവാൾക്കറാണ്. വിചാരധാര, ബഞ്ച് ഓഫ് തോട്ട്സ്. ഇനി ബെവി. ബെവി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഗ്രൂപ്പിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ബെവി ഓഫ് ഗേൾസ് എന്ന് പറയും. ഹൈവ് ഓഫ് ബീസ് പറയും. പിന്നെ അതാണ് കളക്റ്റീവ് നൗൺസ്. അടുത്ത് നോക്കുക, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫെമിനിൻ ജെൻഡർ ഓഫ് ബാച്ചിലർ. ബാച്ചിലർ എന്നുള്ള വാക്കിൻ്റെ ഫെമിനിൻ ജെൻഡർ എന്താണ്? ബാച്ചിലർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത പുരുഷനാണ് എന്ത് പറയുക? ബാച്ചിലർ. ക്രോണിക് ബാച്ചിലർ സിനിമകൾ കണ്ടിരിക്കും. അപ്പോൾ ആൻസർ C ആണ്, സ്പിൻസ്റ്റാർ. ഇപ്പോൾ ഷീസ് എ ബാച്ചിലർ എന്ന് പറയില്ല, ഷീസ് എ സ്പിൻസ്റ്റാർ. കല്യാണം കഴിച്ച സ്ത്രീക്ക് എന്താ പറയുക? സ്പിൻസ്റ്റാറാണ്. ബാച്ചിലർ, സ്പിൻസ്റ്റാർ. ഇനി വിഡോവർ എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചുപോയ പുരുഷനാണെന്ന് പറയുക? വിഡോവർ. എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്. വിഡോ എന്ന് പറഞ്ഞാൽ എ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഈസ് ഡെഡ് ആണ്. നൺ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീയാണ്. മോങ്ക് നണ്ണാണ്. മോങ്കിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് നണ്ണ്. വിഡോവർ, വിഡോ. അപ്പോൾ സ്പിൻസ്റ്റാർ, ബാച്ചിലർ ആൻഡ് സ്പിൻസ്റ്റാർ. അടുത്ത് നോക്കാം. ഈ ചോദ്യം ശ്രദ്ധിക്കൂ. ദ ഇഡിയം ഫ്രം ഹാൻഡ് ടു മൗത്ത് മീൻസ്. ഫ്രം ഹാൻഡ് ടു മൗത്ത് മീൻസ് ആൻസർ A ആണ്. എ ലിവ് വിത്തൗട്ട് സേവിങ് മണി. ടു ലിവ് വിത്തൗട്ട് സേവിങ് മണി. ഒന്നും സമ്പാദിച്ച് വെക്കാതെ അന്നന്ന് കിട്ടുന്നത് ചിലവഴി ജീവിക്കുക എന്ന് പറയുക എന്താണ്? ഫ്രം ഹാൻഡ് ടു മൗത്ത് എന്ന് പറയുക. ഫ്രം ഹാൻഡ് ടു മൗത്ത്. ആൻസർ ഈസ് എന്താണ്? ഫ്രം ഹാൻഡ് ടു മൗത്ത് മീൻസ് ലിവ് വിത്തൗട്ട് സേവിങ് മണി. അതുപോലൊരു വാക്കാണ് ഉണ്ടോ? ടു മീറ്റ് ബോത്ത് എൻഡ്സ്. ടു മീറ്റ് ബോത്ത് എൻഡ്സ്. ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ ടു ലിവ് വിത്ത് വൺസ് ഓൺ ഇൻകം. ഉള്ളത് കൊണ്ട് കഴിച്ചു കൂട്ടുക. എന്താണോ നമ്മളെ വരുമാനം, ആ വരുമാനത്തിനനുസരിച്ച് ടു ലീവ് ആണ്. ടു മീറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് തലയും കൂട്ടിമുട്ടിക്കുക. കഷ്ടപ്പെട്ട് ആണ്. ഉള്ള വരുമാനത്തിനനുസൃതമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ടു മീറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത്. എന്നാല് ടു പ്ലേ ഡക്സ് ആൻഡ് റേക്സ് എന്നുണ്ട്. ടു പ്ലേ ഡക്സ് ആൻഡ് റേക്സ്. ഡക്സ് ആൻഡ് ഡ്രേക്സ്.
അതായത് അദ്ദേഹം ഹീസ് ട്രൈയിങ് ഹാർഡ് ടു മീറ്റ് ബോത്ത് എൻഡ്സ്. ഉള്ള വരുമാനം കൊണ്ട് കഴിച്ചുകൂടാൻ വളരെ അയാൾ കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ടു മീറ്റ് ബോത്ത് എൻഡ്സ്, ഉള്ളത് കൊണ്ട് കഴിച്ചുകൂട്ടുക. ടു പ്ലേ ഡെക്സ് ആൻഡ് ഡ്രേക്സ് എന്ന് പറഞ്ഞാൽ ഡക്ക് എന്ന് പറഞ്ഞാൽ പെൺതാറാവാണ്, ഡ്രേക്ക് എന്ന് പറഞ്ഞാൽ ആൺതാറാവാണ്. ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ് മീൻസ് ടു സ്പെൻഡ് മണി ലാവിഷ്ലി, പണം ധാരാളമായിട്ട് ചിലവാക്കുക. സ്ക്വാൻഡർ, ദൂർത്തടിക്കുക, എന്താ പറയുക, ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ്. അടുത്തത് ലെറ്റ് ഓഫ് എന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണ്? ലെറ്റ് ഓഫിൻ്റെ മീനിങ് എ ആണ്. ടു എക്സ്ക്യൂസ് ഫ്രം പെനാൾട്ടി, ഒരാളെ പെനാൾട്ടിയിൽ നിന്ന് ഒഴിവാക്കുക. ഇത് സമാനമായ വാക്കാണ് റിലീസ് എന്ന് പറയും. RELEASE, റിലീസ്. വേറെ വാക്കാണ് സെറ്റ് ഫ്രീ, സ്വതന്ത്രമാക്കുക. വേറെ വാക്കാണ് എക്സോണറേറ്റ്, EXONERATE, ഫൗണ്ട് ഫ്രീ ഓഫ് ചാർജ് ഇല്ലാതെ ഒഴിവാക്കുക. വേറെ വാക്കാണ് എക്സ്കൾപ്പേറ്റ്, EXULPATE, എക്സ്കൾപ്പേറ്റ്. ഈ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം. എക്സ്റ്റിങ്വിഷ് മീൻസ് പുട്ട് ഔട്ട്, കെടുത്തുകയാണ്. റെഫ്യൂസ് മീൻസ് ടേൺ ഡൗൺ, റിജക്റ്റ് ആണ്. നോൺ ഫോം റിഫ്യൂസലാണ്. ടു എക്സ്പ്ലെയിൻ ക്ലിയർലി ആണ് പുട്ട് എക്രോസ്. അടുത്ത് നോക്കുക. കോൺവെർസൻ്റ് എന്ന വാക്കിൻ്റെ സിനണിമാണ്. ആൻസർ എ ആണ്, ഫെമിലിയർ. ഫെമിലിയർ എന്ന വാക്ക് നിങ്ങൾക്കറിയാം, ഫെമിലിയർ, പരിചിതമായ. നോൺ ഫോം ഫെമിലിയാരിറ്റി ആണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് ടു കണ്ടംപ്റ്റ് എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ സമാനമായ മലയാള വാക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എല്ലാ ദിവസവും പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് താല്പര്യം കുറഞ്ഞു പോകും. അതാണ് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് ടു കണ്ടംപ്റ്റ്. അടുത്തത് പ്ലസൻറ്റ് ആണ്. പ്ലസൻറ്റ് മീൻസ് സുഖകരമായ. ഓപ്പോസിറ്റ് അൺപ്ലസൻ്റ് ആണ്, പ്ലസൻറ്റ്. പിന്നെ ഇഗ്നറൻറ്റ് എന്ന് പറഞ്ഞാൽ അജ്ഞരായ. ഇഗ്നറൻസ് അജ്ഞതയാണ്. നോളജ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഇഗ്നറൻസ്. ഇഗ്നറൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത അവസ്ഥ. ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞാൽ ആഡ്ജക്റ്റീവാണ്, ബുദ്ധിയുള്ള. നോൺ ഫോം ഇൻ്റലിജൻസ് ആണ്, ബുദ്ധിശക്തി, നിങ്ങൾക്കറിയാം. അടുത്തത് ദ വേർഡ് ഒതൻറ്റിക്. ഒതൻറ്റിക് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? ഒതൻറ്റിക്, ബ്രില്യൻ്റ് ഉണ്ട്, ചാമിങ് ഉണ്ട്, ഡിപ്ലോമാറ്റിക് ഉണ്ട്, ട്രൂ ഉണ്ട്. ഏറ്റവും അടുത്ത് വരുന്നത് ഡി ആണ്, ട്രൂ. TRUE, ട്രൂ ആണ്. അപ്പോൾ ഒതൻറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്ക് ഒതൻറ്റിക്, റിയൽ, ജെനുവിൻ, GENUINE, ജെനുവിൻ, റിയൽ, ജെനുവിൻ. ഒറിജിനൽ, ORIGINAL, ഒറിജിനൽ. വേറെ വാക്ക് ബോണാഫൈഡ്, BONAFIDE, ബോണാഫൈഡ്. ഒറിജിനലാണ്, ജെനുവിൻ, ഒത്തൻറ്റിക് ആണ്. ഒത്തൻറ്റിക് വിശ്വാസയോഗ്യമായ, ബിലീവബിളാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സ്പ്യൂറിയസ്, മീൻസ് വ്യാജൻ. ഇപ്പം നോട്ടാണെങ്കിൽ നമ്മൾ പറയും ഫേക്ക് നോട്ട്സ് എന്ന് പറയും, കള്ളനോട്ട്. അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് എന്ന് പറയും, COUNTRFEIT, കൗണ്ടർ ഫീറ്റ്. ബോഗസ് എന്ന് പറയും, BOGUS, ബോഗസ്. മെസ്സേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയുക ഹോക്സ് മെസ്സേജ് എന്നാണ് പറയുക, വ്യാജ ഫോൺ സന്ദേശം. മദ്യമാണെങ്കിൽ പറയുക ഹൂച്ച് എന്നാണ് പറയുക, വ്യാജ മദ്യം. ഹൂച്ച് ട്രാജഡി, ഹൂച്ച്. വേറെ വാക്കാണ് മാലഫൈഡി, MALAFIDE, മാലഫൈഡ്. ബോണാഫൈഡിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്, ഉത്തമ വിശ്വാസത്തിൽ, ബോണാഫൈഡ്. മാലഫൈഡ് മീൻസ് ബാഡ് ഫെയ്ത്ത്, ഇൻ ബാഡ് ഫെയ്ത്ത്. മാലഫൈഡ് മീൻസ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ഈ വാക്കുകൾ ഓർമ്മിക്കുക: സ്പ്യൂറിയസ്, ഫേക്ക്, കൗണ്ടർ ഫീറ്റ്, ബോഗസ്, ഹോക്സ്, ഹൂച്ച്. വേറെ വാക്കാണ് ഫോണി, PHONEY, ഫോണി. ഈ വാക്കുകളൊക്കെ നമുക്ക് പരിചിതമുള്ള വാക്കുകളായിരിക്കണം. അടുത്ത നോക്കുക. ടു സർപ്രൈസ് സംബഡി ഗ്രേറ്റ്ലി. ടു സർപ്രൈസ് സംബഡി ഗ്രേറ്റ്ലി, ഒരാളെ പെട്ടെന്ന് അത്ഭുതപ്പെടുത്തുക. ആൻസർ ഈസ് C, അസ്റ്റോണിഷ്.
ASTONISH, അസ്റ്റോണിഷ് ആൻസറാണ്. ശരിയാണ്, ഇതാണ് ആൻസർ. അസ്റ്റോണിഷ് ആണ് ആൻസർ, അസ്റ്റോണിഷ്. ഇനി എപ്രൈസ് എന്നുള്ള വാക്കെടുക്കുക. എപ്രൈസ് എന്നുള്ള വാക്ക് APPRISE, എപ്രൈസ്. എപ്രൈസ് മീൻസ് ഇവാലുവേറ്റ് എന്ന് പറയും. ഇവാലുവേറ്റ്, എസ്റ്റിമേറ്റ്, മെഷർ ദ വാല്യൂ ഓഫ്, ഒരു സാധനത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുക. അതാണ് എപ്രൈസ്, ഇവാലുവേഷൻ നടത്തുക. എപ്രൈസൽ ഫോം ഉണ്ട്. നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് എപ്രൈസൽ ഫോം കൊടുക്കണം. നിങ്ങൾ സ്വയം വിലയിരുത്തണം. എപ്രൈസൽ. ബാങ്കിലൊക്കെ എപ്രൈസർ ഉണ്ട്. അദ്ദേഹമാണ് സ്വർണം നിങ്ങൾ പണയം വെക്കാൻ കൊണ്ടുപോകുന്ന സ്വർണത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്ന ആൾ. എപ്രൈസർ. എന്ത് വില കൊടുക്കാം, ഇതിന് പണയമായിട്ട് എത്ര കൊടുക്കാം, അതാണ് എപ്രൈസർ കേട്ടോ. ഇനി വേറൊരു വാക്കുണ്ട് APPRISE, എപ്രൈസ്. ഈ വാക്കിൻ്റെ അർത്ഥം എപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻഫോം എന്നർത്ഥം, അറിയിക്കുക. പിന്നെ റിവീൽ എന്നുള്ള വാക്കാണ്. റിവീൽ എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റ് കൺസീലാണ്. റിവീൽ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക. ആ വാക്കിൻ്റെ നൗൺ ഫോമാണ് റെവലേഷൻ, വെളിപാട്. കൺസീൽ, രഹസ്യമായി വെക്കുക. ഇപ്പോൾ റിവീൽ എന്ന് പറഞ്ഞാൽ പുറത്ത് പറയുക, അതാണ് ഓപ്പോസിറ്റ് കൺസീൽ. ഓക്കെ, അടുത്തത് ദ സിനോണിം ഓഫ് എക്സോർബിറ്റൻ. എക്സോർബിറ്റൻ എന്ന വാക്കിൻ്റെ സിനോണിം എന്താണ്? ആൻസർ ഈസ് ഡി ആണ്, എക്സസീവ്, അതിരുകവിഞ്ഞ. എക്സോർബിറ്റൻ റേറ്റ് ഓഫ് പെട്രോൾ എന്ന് പറയും, വർദ്ധിച്ചു വരുന്ന. എക്സസീവ് ആണ്. സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ എന്നർത്ഥം. മൈസേർലി എന്ന് പറഞ്ഞാൽ കെയർഫുൾ ഇൻ സ്പെൻഡിങ് മണിയാണ്, പണം ചിലവാക്കുന്നതിൽ മടി കാണിക്കുക. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ കണക്കൂട്ടൽ, കലക്യൂട്ടിങ്. അപ്പോൾ എക്സസീവ് എന്നുള്ള വാക്കെടുക്കുക, എക്സസ് എന്നുള്ള വാക്കെടുക്കുക, EXCESS, എക്സസ്. മോർ ദാൻ സഫിഷ്യൻ്റ് ആണ്. ഇതിൻ്റെ വേറൊരു വാക്കാണ് പ്ലത്തോറ, PLETHORA, പ്ലത്തോറ, മോർ ദാൻ സഫിഷ്യൻറ്റ്. ഈ വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് സ്കേഴ്സിറ്റി, SCARCITY. വേറെ വാക്കാണ് ഡേർത്ത്, DARTH, ഡേർത്ത്. SCANTY, സ്കാൻറ്റി. ഇതൊക്കെ എന്താണ്? ഈ വാക്കിൻ്റെ ഓപ്പോസിറ്റായി കൊടുക്കുന്ന വാക്കുകളാണ്. ഇത് ധാരാളമായുള്ളത്, മറ്റത് ദൗർലഭ്യം. എക്സസ്. എക്സീഡ് എന്നുള്ള വാക്കുണ്ട്. എക്സീഡ്, അതിര് കവിയുക അല്ലേ? ദ എസ്സേ ഷുഡ് നോട്ട് എക്സീഡ് 300 വേർഡ്സ് എന്നറിയാം. ചില ആൾക്കാർ ദ എസ്സേ ഷുഡ് നോട്ട് എക്സീഡ് മോർ ദാൻ 300 വേർഡ്സ് ഉപയോഗിക്കും. അതിൻ്റെ ആവശ്യമില്ല. ദ എസ്സേ ഷുഡ് നോട്ട് എക്സീഡ് 300 വേർഡ്സ്. എക്സീഡ് വേർബാണ്. അതുപോലെ ആക്സസ് എന്നുള്ള വാക്കുണ്ട്. എക്സസ് മീൻസ് റീച്ച് എന്നർത്ഥം. ആക്സസ്. ഷി ഹാസ് ആക്സസ് ടു പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. പിന്നെ ആക്സീഡ് ഉണ്ട്, ACCED. ആക്സീഡ് മീൻസ് അക്സെപ്റ്റ്. ആക്സീഡ് മീൻസ് അഗ്രി, അക്കോർഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. പിന്നെ മൈസേർലി. മൈസേർ എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം. മൈസർ പിശുക്കനാണ്. ഓപ്പോസിറ്റ് സ്പെൻഡ് ത്രിഫ്റ്റ് ആണ്. സ്പെൻഡ് ത്രിഫ്റ്റ്, THRIFT, സ്പെൻഡ് ത്രിഫ്റ്റ്, ധാരാളി. മൈസേർലി. ഇക്കണോമിക്കൽ എന്ന് പറയും. ഇക്കണോമിക്കൽ. കെയർഫുൾ ഇൻ സ്പെൻഡിങ് മണി. ഷീ ഈസ് വെരി ഇക്കണോമിക്കൽ. വേറെ വാക്കാണ് ഫ്രൂഗൽ, FRUGL, ഫ്രൂഗൽ. പണം ചെലവാക്കുന്നതിൽ മടി കാണിക്കുക. വേറെ വാക്കാണ് സ്റ്റിഞ്ചി, STINGY, സ്റ്റിഞ്ചി. വേറെ വാക്കാണ് സ്ക്രിംബ്, SCRIMP, സ്ക്രിംബ്. വേറെ വാക്കാണ് പാർസിമോണിയസ്, PARSIMONIOUS. പാർസിമോണിയസ് എന്ന് പറഞ്ഞാൽ പണം ചെലവാക്കുന്നതിൽ മടി കാണിക്കുന്ന ആൾ, പിശുക്ക് കാണിക്കുന്ന ആൾ. ക്ലോസ് ഫിസ്റ്റഡ് എന്ന് പറയും. ക്ലോസ് ഫിസ്റ്റഡ്. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കേണ്ട വാക്കുകളാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.